اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽബറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മെ സദാ സമയം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവം വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, സ്വഫിൽ ഒരുപാട് വിടവ് കാണുന്നുണ്ട്. പിറകിലിരിക്കുന്ന ശാരീരിക അസ്വസ്ഥത ഇല്ലാത്ത ആളുകളൊക്കെ സ്വഫിലേക്ക് കയറിയിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ദിനേനയും പലതവണ നിർവഹിക്കുന്ന കാര്യമാണ് വുളൂ എന്നുള്ളത്. വുളൂ ഇല്ലാത്തവന് നമസ്കാരമില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ആ വുളൂഇനെ പരിപൂർണമായി കൊണ്ട് നമ്മൾ നിർവഹിക്കലുണ്ടോ? കൈ കഴുകേണ്ടുന്ന രൂപത്തിൽ കൈ കഴുകുവാനും, അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ മുഖം കഴുകുവാനും, കാല് കഴുകുവാനും, തല തടവുവാനും, അതുപോലെ തന്നെ ചെവി തടവുവാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമസ്കാരത്തിൽ റക്അത്ത് നഷ്ടപ്പെടുമോ എന്ന് കരുതി ഒരുപാട് ദിവസങ്ങളിൽ വുളൂ വളരെ വേഗതയിൽ എടുത്ത ആളുകളാണ് ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും. എന്നാൽ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഒരു വിശ്വാസിക്ക് വുളൂ ചെയ്താൽ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ അവൻ വുളൂ ചെയ്താൽ അവന് ലഭിക്കുന്ന നേട്ടങ്ങളെ, പ്രതിഫലങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ അശ്രദ്ധമായി നമ്മളത് ചെയ്യുകയില്ല. ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ വുളൂ ചെയ്താൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിക്കുന്ന ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്, ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിലേറ്റവും ഒന്നാമത്തെ നേട്ടം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ, വുളൂഇലൂടെ നടക്കുന്നത് നമ്മുടെ ശുദ്ധീകരണമാണ്. വുളൂഇലൂടെയും കുളിയിലൂടെയും
മറ്റുള്ള സംഗതികളിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിൽ വെള്ളം ചേരുന്നത് എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ നമ്മുടെ ശുദ്ധീകരണമാണ് നടക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അത്തഹൂറു ശത്റുൽ ഈമാൻ, ശുദ്ധി ഈമാനിന്റെ പാതിയാണ്. നിന്റെ ജീവിതത്തിൽ എവിടെയൊക്കെ നീ ബന്ധപ്പെടുന്നുണ്ടോ, നീ ഏതൊക്കെ മേഖലയുമായി നീ കടന്നു പോകുന്നുണ്ടോ, നിന്റെ ജീവിതത്തിൽ നിനക്ക് ശുദ്ധിയുണ്ടോ, അത് നിന്റെ ഈമാനിന്റെ ഭാഗമാണ് എന്നാണ്. ആ ഒരു രൂപത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വുദൂ ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്നുള്ളത് ആ വുദൂയിലൂടെ പോലും നമുക്ക് ശുദ്ധീകരണം ലഭിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ഗുണം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ, വുദൂ ചെയ്തിരിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ അടയാളമാണ്. എല്ലാ സമയത്തും വുദൂയിലായിരിക്കുക എന്നുള്ളത് എത്ര വലിയ ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവുക. നമ്മൾ ശ്രദ്ധിക്കലുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ലാ യുഹാഫിദു അലൽ വുദൂഹി ഇല്ലാ മുഅ്മിൻ, ഒരു വിശ്വാസിയല്ലാതെ വുദൂ നിലനിർത്തുകയില്ല എന്നുള്ളത് അല്ലേ. പലപ്പോഴും ഈ വുദൂവിന്റെ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോ പ്രിയപ്പെട്ടവളെ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടുന്ന, ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അമിതമായി വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾ, നമ്മുടെ വസ്വാസിനനുസരിച്ചല്ല പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകുന്നത്. നമ്മൾ 3 വട്ടം കഴുകി, മുഖം കഴുകി, കാല് കഴുകി, ചെവി തടവി, തല തടവി, എന്നിട്ടും മനസ്സിന്റെ ഉള്ളിൽ ഒരു ആകാശക്കയാണ്, ഇത് ശരിയായിട്ടില്ലേ, വീണ്ടും വീണ്ടും വുദൂ എടുക്കുവാൻ വേണ്ടി ടാപ്പുകൾ നമ്മൾ തിരിക്കുമ്പോ, വെള്ളം നമ്മൾ പാഴാക്കുമ്പോ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു അധ്യാപനമുണ്ട് പ്രിയപ്പെട്ടവരെ. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയിൽ നിന്നാണ് നീ വുദൂ ചെയ്യുന്നതെങ്കിലും നീ ആ വെള്ളത്തെ നീ മിതമായി കൊണ്ട് ഉപയോഗിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കലുണ്ടോ? നമ്മൾ എത്ര ആളുകളാണ് വുദൂവിന്റെ പേര് പറഞ്ഞുകൊണ്ട് വെള്ളം അമിതമായി കൊണ്ട് ഉപയോഗിക്കുന്നത്. ആ വുദൂ ചെയ്യുമ്പോൾ സംസാരിക്കാൻ പാടില്ല, ഭൗതികപരമായി കൊണ്ടുള്ള വിഷയങ്ങൾ ചർച്ചക്ക് വരാൻ പാടില്ല. എന്നാൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് പ്രിയപ്പെട്ടവരെ? വുദൂവും നടക്കുന്നു, നമ്മുടെ ചർച്ചകളും നടക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഇനി മുതൽ നമ്മൾ അത് ശ്രദ്ധിക്കണം. ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് ആ വുദൂയിലേക്ക് പൂർണ്ണമായി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മുഴുകണം എന്നുള്ളതാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യനാളിൽ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ തിരിച്ചറിയുക അവരുടെ വുദൂഇന്റെ അവയവങ്ങളുടെ പ്രകാശത്താൽ കാരണത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്ന ഉമ്മത്തി യുദഊന യൗമൽ ഖിയാമത്തി ഖുർറൻ മുഅജ്ജലീന മിൻ ആസാരിൽ വുദൂ, എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകളെ അന്ത്യനാളിൽ വിളിക്കപ്പെടുക അവരുടെ വുദൂഇനാൽ മുഖവും കൈകളും പ്രകാശിക്കുന്ന അവസ്ഥയിലായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു പിശുക്ക് കാണിക്കാൻ പാടില്ല, ഒരു ദൗർബല്യത കാണിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? കൈ കഴുകുകയാണോ, കുറച്ച് കയറ്റി കഴുകുക, ഉള്ളു നന്നാക്കി കഴുകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ രൂപത്തിൽ ചെയ്യുക. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഫമനിസ്തതാഅ മിൻകും മൻ യുതീല ഖുർറതഹു ഫൽയഫ്അൽ, നിങ്ങൾക്കാർക്കെങ്കിലും അവരുടെ പ്രകാശിക്കുന്ന ഭാഗങ്ങൾ അധികരിക്കാൻ കഴിയുമെങ്കിൽ അവൻ ആ വുദൂഇനെ കൃത്യമായി കൊണ്ടവൻ ചെയ്തു കൊള്ളട്ടെ എന്നാണ്. വുദൂ ചെയ്യുമ്പോൾ ഒരു ബോധം വേണം, ഞാൻ ചെയ്യുന്നത് വുദൂ ആണ്, ഞാനിപ്പോൾ കൈയാണ് കഴുകിയിരിക്കുന്നത്, അത് കഴിഞ്ഞ് എന്റെ ഓരോ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി വുദൂ ചെയ്യണം പ്രിയപ്പെട്ടവരെ. ആ രൂപത്തിൽ വുദൂ ചെയ്താൽ നാളെ ആ വുദൂ ചെയ്ത ഭാഗങ്ങൾ പ്രകാശിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്.
ഇപ്പോ നമ്മുടെ മക്കളുടെ ഇഷ്ടത്തിനു വേണ്ടി, നമ്മുടെ ഭാര്യമാരുടെ ഇഷ്ടത്തിനു വേണ്ടി, നമ്മുടെ ഭർത്താക്കന്മാരുടെ ഇഷ്ടത്തിനു വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ സന്നിഹിതരായിട്ടുള്ള ആളുകളാണ് മനുഷ്യരായ നമ്മളെല്ലാവരും, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം, പടച്ച റബ്ബിന്റെ തൃപ്തി ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ആഗ്രഹിച്ചോ, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ വിഷയമെന്ന് ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കുക. അല്ലാഹ് പറയാട്ടോ, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹ്ഹിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. ജീവിതത്തിലെ തെറ്റ് ചെയ്തു, പടച്ചോൻ പറഞ്ഞ മാതിരി നടന്നില്ല, ജീവിതത്തിന്റെ വഴികളിലൂടെ തെന്നിപ്പോകുമ്പോ സാഹചര്യത്തിൽ തെറ്റ് സംഭവിച്ചു പോയി, പടച്ചോനെ പുറത്തു താ റബ്ബേ, പറ്റിപ്പോയതാണ് റബ്ബേ, ജീവിതത്തിന്റെ മേഖലകളിലൂടെ ഇനി എനിക്കൊരവസരം നൽകിയാൽ ഒരിക്കലും ഞാൻ ആ തെറ്റിലേക്ക് പോകില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് തൗബ ചെയ്യുന്ന വ്യക്തികളില്ലേ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബുൽ മുതതഹ്ഹിരീൻ, ശുദ്ധി കൈവരിക്കുന്നവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും. ഇത്ര കാലം നമ്മളൊക്കെ നമസ്കരിച്ചു പ്രിയപ്പെട്ടവരെ, വുളു എടുത്തു പ്രിയപ്പെട്ടവരെ, എന്റെ വുളു എന്റെ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്ന് ഈ ഒരു സമയം ഈ പള്ളിയുടെ ഉള്ളിൽ നമ്മൾ ഖുത്ബ ശ്രവിക്കുമ്പോൾ, ഞാൻ ഈ ഖുത്ബ ഇവിടെ നിർവഹിക്കുമ്പോൾ വുളു എടുത്ത് പ്രവേശിച്ചവരാണ് നമ്മൾ. ശരീരത്തിന്റെ അവയവങ്ങൾ കൃത്യമായി കൊണ്ട് കഴുകിയോ പ്രിയപ്പെട്ടവരെ? കൃത്യമായി കൊണ്ട് നനഞ്ഞിട്ടുണ്ടോ? ആത്മാർത്ഥമായി ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയ കാര്യം എന്താണ് പ്രിയപ്പെട്ടവരെ? ഏറ്റവും വലുതായി നമ്മൾ കാണുന്ന കാര്യം എന്താണ് വിശ്വാസികളെ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് ആ സ്വർഗ്ഗത്തെ കരസ്ഥമാക്കണമെന്ന്, അല്ലേ? ചെറിയൊരു കുട്ടിയോട് പോലും നമ്മൾ ചോദിക്കുകയാണ്, മോനെ എനിക്ക് സ്വർഗ്ഗത്തേക്ക് പോകാനാ ഇഷ്ടം, നരകത്തേക്ക് പോകാനാ ഇഷ്ടം? ആ കുട്ടി പോലും പറയും എനിക്ക് സ്വർഗ്ഗം മതി. എന്തേ മോനെ അങ്ങനെ പറഞ്ഞത്? കുട്ടിക്കറിയാം സ്വർഗ്ഗത്തിൽ വിശാലതയുണ്ട്, ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്. എന്നാൽ വിശ്വാസികളെ, ആ സ്വർഗ്ഗത്തെ കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുന്ന നമ്മൾ ആ സ്വർഗ്ഗത്തെ ആഗ്രഹിച്ചിട്ടുണ്ടോ? പരലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ സ്വർഗ്ഗത്തെ നമുക്ക് തരിക എന്നുള്ളതാണ്. അതാർക്കുള്ളതാ? ഉഇദ്ദത്തുൽ മുത്തഖീൻ, ധർമ്മനിഷ്ഠ പാലിക്കുന്ന ആളുകൾക്കുള്ളതാണ്. അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മാ മിൻ മുസ്ലിമിൻ യതവല്ല, ഒരു മുസ്ലിം അതാ അവൻ വുളൂ ചെയ്യുന്നു, ഫയുഹ്സിനു വുളൂഅഹു, അവൻ ആ വുളൂഇനെ നന്നാക്കിയിട്ടാണ് ചെയ്തത്. നന്നാക്കി ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളമെടുക്കുക എന്നാണോ? അല്ല. ചെയ്തത് വീണ്ടും വീണ്ടും ചെയ്യാനാണോ? അല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ വുളൂ ചെയ്താൽ, അങ്ങനെ ആ വുളൂവിനെ നന്നാക്കുകയും ചെയ്തു. ഫയുസല്ലി റകഅതൈനി മുഖ്ബിലുൻ അലൈഹിമാ ബിഖൽബിഹി വവജ്ഹിഹി, അവൻ ആ വുളൂഇന്റെ ശേഷമതാ അവൻ ഹൃദയ സാന്നിധ്യത്തോടുകൂടി അവൻ 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ, ഇല്ലാ വജബത് ലഹുൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വർഗ്ഗം നിർബന്ധമാക്കാതിരിക്കില്ല, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. എന്താ ചെയ്യേണ്ടതുള്ളൂ? മനസാന്നിധ്യത്തോടുകൂടി വുളൂ ചെയ്യാൻ. മനസാന്നിധ്യത്തോടുകൂടി വുളൂ ചെയ്യുക, പഠിപ്പിച്ച രൂപത്തിൽ വുളൂ ചെയ്യുക. അതിനുശേഷം 2 റക്അത്ത് നമസ്കരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന ഓഫർ എന്താ പ്രിയപ്പെട്ടവരെ? സ്വർഗ്ഗം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണ് പ്രിയപ്പെട്ടവരെ, എത്ര വലിയ നിഅമത്താണ് നമ്മുടെ റബ്ബ് നമ്മളോട് കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ പള്ളിയിലേക്ക് വരികയാണ്, പള്ളിയിലേക്ക് നേരത്തെ വന്നാൽ അതിന് പ്രതിഫലം.
അതിന് പ്രതിഫലം അല്ലേ? പള്ളിയിലേക്ക് വരുന്ന സന്ദർഭങ്ങളിലൂടെ നടന്നു വരുമ്പോൾ അതിന് പ്രതിഫലം. മനസ്സാന്നിധ്യത്തോടുകൂടി നീ വുളൂ ചെയ്തു, ആ വുളൂവിന് കൂലി. വുളൂവിന് ശേഷം നീ 2 റക്അത്ത് നമസ്കരിച്ചു, ആ നമസ്കരിക്കുമ്പോൾ അതിനുള്ള പ്രതിഫലം അല്ലാഹു തരുന്നു. അതിനുശേഷം നീ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭങ്ങളിലൂടെ തഹിയ്യത്ത് നമസ്കാരത്തിലേക്ക് നീ പ്രവേശിച്ചു, അതിനും ഒരു പ്രതിഫലം. എന്നിട്ട് ആ നമസ്കാരത്തിന്റെ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്നു, അപ്പോൾ വേറൊരു പ്രതിഫലം. ഒരു ദിവസം കൃത്യമായിട്ട് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് ഒരുപാട് പ്രതിഫലങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വാടിക്കുവാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗ്ഗത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലടിയുടെ ശബ്ദം കേട്ടു, അദ്ദേഹത്തിന്റെ കാലടിയുടെ ഒച്ച കേട്ടു. അപ്പോൾ അദ്ദേഹത്തോട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ബിലാലെ എന്താണ് നീ അതിനു വേണ്ടി ചെയ്തത് എന്ന് ചോദിച്ചപ്പോ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഞാൻ വുളൂ ചെയ്തു, വുളൂവിന് ശേഷമുള്ള 2 റക്അത്ത് നമസ്കരിച്ചു. അതാണ് അദ്ദേഹത്തിന്റെ മറുപടി. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ലേ പ്രിയപ്പെട്ടവരെ? ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരിക. മറ്റൊരു ബെനിഫിറ്റ് എന്താ പ്രിയപ്പെട്ടവരെ? ആ സ്വർഗ്ഗത്തിലേക്ക് എത്തിയാൽ സ്വർഗ്ഗത്തിന് 8 കവാടങ്ങളുണ്ട്. നമ്മൾ ആരും ആ സ്വർഗ്ഗത്തെ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ല, ഒരു ചെവിയും അതിനെ കുറിച്ച് കേട്ടിട്ടില്ല. അതുപോലെ തന്നെ അതിന്റെ വിശാലതയെ കുറിച്ച് ഒരു ഖൽബും ഇതുവരെ എത്തിയിട്ടില്ല. പിന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ സോഫയുണ്ട്, സ്വർഗത്തിൽ പരവതാനികളുണ്ട് എന്ന് പറയുമ്പോ നമ്മുടെ ചിന്ത ഈ ദുനിയാവിലേക്ക് പോകുന്നത്. നമ്മൾ കണ്ടത് ഈ ദുനിയാവിലേതാണ്, അതുകൊണ്ടാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ഒരു വ്യക്തി വുളൂ ചെയ്ത് കൃത്യമായിട്ട് അവൻ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മാ മിൻകും മിൻ അഹദിൻ യതവല്ല, നിങ്ങളിൽ ഒരാൾ വുളൂ ചെയ്യുകയും ശേഷം ആ വുളൂവിന് ശേഷമുള്ള പ്രാർത്ഥനയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബൽ ജന്നത്തി സമാനിയ, അവൻക്ക് നാളെ പടച്ച റബ്ബ് ആ സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങൾ തുറന്നിട്ട് കൊടുക്കുകയാണ്. യദ്ഖുലു മിൻ അയ്യിഹാ ശാ, നീ ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ നീ പ്രവേശിച്ചോ. അല്ലാഹുവിന്റെ കാരുണ്യമാണ്, പടച്ച റബ്ബിനോട് നമുക്കുള്ള ഫളലാണ്, നമ്മളോടുള്ള സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്ത പ്രവർത്തനം വുളൂ ചെയ്യുക എന്നുള്ളതാണ്. ആ വുളൂവിന് ശേഷമുള്ള ചുരുങ്ങിയ പ്രാർത്ഥന പോലും പ്രാർത്ഥിക്കാതെ പോകുന്ന എത്രയോ ആളുകളുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വ റസൂലുഹു, ഇത് ഏറ്റവും ചുരുങ്ങിയ പ്രാർത്ഥനയാണ്. ഇതിന്റെ പൂർണ്ണമായ രൂപം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചില്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അല്ലാഹുമ്മ ഇജ്അൽനി മിനത് തവ്വാബീന വജ്അൽനി മിനൽ മുതതഹിരീൻ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വലിയ സമയം നമുക്ക് വേണോ? കൂടുതൽ വിശാലമായ മണിക്കൂറുകൾ വേണോ? ഇതിന്റെ ആശയം കൃത്യമായി കൊണ്ട് പഠിച്ചോ വിശ്വാസികളെ? അല്ലാഹു അല്ലാതെ ആരാധനില്ല, ഞാനിതാ സാക്ഷ്യം വഹിക്കുകയാണ്. ആ റബ്ബിനൊരു പങ്കുകാരനുമില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ദൂതനാണ്, അടിമയാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എത്ര നല്ല പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ! അവിടുന്ന് അങ്ങോട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇജ്അൽനി മിനത് തവ്വാബീന വജ്അൽനി മിനൽ മുതതഹിരീൻ. പടച്ചോനെ, തൗബ ചെയ്യുന്നവരിലും ശുദ്ധി കൈവരിക്കുന്നവരിലും എന്നെ നീ ഉൾപ്പെടുത്തണമേ. ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് പ്രാർത്ഥിക്കാത്തവർക്ക് ആ സ്വർഗ്ഗം നഷ്ടാവില്ലേ പ്രിയപ്പെട്ടവരെ? ഓരോ ദിവസവും നമ്മൾ കൃത്യമായി കൊണ്ടൊരു ശ്രദ്ധ കൊടുത്താൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എത്രയാണ്?
നമുക്ക് ലഭിക്കുന്ന ഫضലുകൾ എത്രയാണ്, ആ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പദവികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഉയർത്തപ്പെടും. എങ്ങനെയാണ് നമ്മുടെ പദവികൾ ഉയർത്തപ്പെടുക? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അലാ അദുല്ലുകും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായാ വയർഫഉ ബിഹി ദറജാത്ത്. വിശ്വാസികളെ, നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടുകൂടി പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുന്നു, സ്വഹാബാ, നിങ്ങളുടെ പാപങ്ങൾ മായ്ക്കുകയും അതുമൂലം നിങ്ങളുടെ പദവികൾ ഉയർത്തപ്പെടുന്നതുമായ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? ചോദിച്ചത് സ്വഹാബികളാണ്. ഉത്തരം കൊടുക്കുന്നത് ലോകത്തിന്റെ നായകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മാതൃകയാണ്. സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് അറിയിച്ചു തന്നാലും എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി 3 എണ്ണമാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിനക്ക് എത്ര വലിയ പ്രയാസമുള്ള സന്ദർഭത്തിലാണെങ്കിലും ആ വുളൂഇനെ നീ നന്നാക്കി ചെയ്യുക. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, വകസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദ്, പള്ളിയിലേക്കുള്ള കാലടികളെ നീ അധികരിപ്പിക്കുക. പള്ളിയിലേക്ക് ഉള്ള കാലടികളെ നീ അധികരിപ്പിക്കുക. ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരത്തെ നീ പ്രതീക്ഷിച്ചിരിക്കുക. ഈ 3 കാര്യങ്ങളും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ മായ്ച്ചു തരും. നമ്മുടെ പാപങ്ങൾ മായ്ച്ചു തരും. എത്രയെത്ര പാപങ്ങളാണ് ദൈനംദിനം നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിയാതെ ചെയ്യുന്നത്, അറിഞ്ഞിട്ട് ചെയ്യുന്നത്, ഇനി നേരാകുമെന്ന് കരുതി വീണ്ടും വീണ്ടും ചെയ്യുന്നത്, ഭാര്യ അറിയാതെ, മക്കളറിയാതെ, അധ്യാപകൻ അറിയാതെ, നിന്റെ വീട്ടുകാരറിയാതെ, ഉടമസ്ഥനറിയാതെ, ആരും അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങള് എല്ലാം ആരറിയുന്നുണ്ട്? നമ്മുടെ റബ്ബ് അറിയുന്നുണ്ട്. ആര് പുറത്തു തരണം? റബ്ബ് പുറത്തു തരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പടച്ച റബ്ബ് നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയത്തിൽ നമ്മൾ കൃത്യമായി കൊണ്ടുള്ള ശ്രദ്ധ നമ്മൾ കാണിക്കുക. പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞല്ലോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. വുളൂ ഇങ്ങനെ ചെയ്തു, പരിപൂർണമായിട്ട് വുളൂ ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, മൻ തവല്ലഹ ഹകദാ, ആരെങ്കിലും ഇപ്രകാരം വുളൂ ചെയ്താൽ, ഓരോ അവയവങ്ങളും കൃത്യമായി നനയേണ്ട രൂപത്തിൽ കൃത്യമായി കൊണ്ട് നനച്ചുകൊണ്ട് കൃത്യമായി കഴുകിക്കൊണ്ട് വുളൂ ചെയ്താൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഇബാദത്ത് ഒരു ചില്ലറ വിഷയമല്ല, ഗൗരവപ്പെട്ട വിഷയമാണ്, ശ്രദ്ധ കൊടുത്ത് ചെയ്യേണ്ടുന്ന വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിൽ ആ വുളൂവിനെ കൃത്യമായി കൊണ്ട് തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ തന്നെ വുളൂ ചെയ്താൽ സ്വർഗ്ഗമെന്നുള്ള കേദാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും. പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. നമ്മുടെ പദവികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി തരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ഒരു വിഷയത്തിലുള്ള ഗൗരവം ജീവിതത്തിന്റെ ദൈനംദിന മേഖലകളിൽ നമ്മൾ കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പ്രാവർത്തികമാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله
حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഉറങ്ങും മുമ്പ് ഒരു വ്യക്തി വുളൂ ചെയ്താൽ ആ ഒരു സന്ദർഭങ്ങളിലൂടെ അവൻ മരണത്തിന് മുമ്പിൽ കീഴടങ്ങിയാൽ അവന്റെ മരണം ശുദ്ധ പ്രകൃതിയിലായിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ തവണ കിടന്നുറങ്ങിയ ആളുകളാണ് നമ്മൾ. ജീവിതത്തിൽ ഒരു തവണ പോലും വുളൂ ചെയ്യാതെ കിടന്നുറങ്ങിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഒരു പക്ഷേ ഉണ്ടാകും. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇനി മുതലുള്ള ദിവസങ്ങളിൽ ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, അല്ലാഹുമ്മ അസ്ലംതു വജ്ഹി ഇലൈക എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥനയുടെ പുണ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഫഇൻ മുത്ത മിൻ ലൈലതിക ഫഅൻത അലൽ ഫിത്റ. നീ ആ രാത്രിയിലെങ്ങാനും മരണപ്പെട്ടാൽ നീ ശുദ്ധമായ പ്രകൃതിയിലാണ് നീ മരണപ്പെടുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരു വലിയ ഒരു ചിന്ത ഈ ഒരു വിഷയത്തിൽ നമുക്ക് അനിവാര്യമാണ്. ഒരു പക്ഷേ നമ്മൾ ഇന്ന് അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ തൊട്ടടുത്ത സമയം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം, തൊട്ടടുത്ത മാസം, തൊട്ടടുത്ത വർഷം ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചിരിക്കുമോ എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല. അത്ര നൈമിഷകമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതം എന്നുള്ളത്. അത്രയേറെ നൈമിഷകമാണ്, അല്ലെ? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കുവാനുള്ള അവസരം നിനക്ക് തരുന്നുണ്ടോ? ആരോഗ്യം നിനക്ക് തരുന്നുണ്ടോ? സമയം നിനക്ക് തരുന്നുണ്ടോ? അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മകളിൽ മത്സരിക്കുവാൻ വിശ്വാസികളെ സദാ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, 2-3 വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മദ്രസ അൽഹംദുലില്ലാഹ് നമുക്കൊക്കെ അറിയാമല്ലോ. ആ മദ്രസയിൽ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞൊരു ഖുത്ബയിൽ നമ്മൾ ഒരു 8ഓളം സ്പോൺസർഷിപ്പിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞപ്പോ 2 പേർ അതിലേക്ക് വന്നിരുന്നു. ഇനി അതിലേക്ക് ഒരു 6 പേരുടെ ഒരു കുറവ് കൂടി നമുക്ക് നികത്തുവാനുണ്ട്. ഒരു കുട്ടിക്ക് 3350 രൂപയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു സന്നദ്ധമായ പ്രവർത്തനത്തിൽ പങ്കുചേരാൻ കഴിവുള്ള ആളുകൾ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ആളുകളെ വന്നുകൊണ്ട് അത് കൃത്യമായി കൊണ്ട് ഏറ്റെടുക്കുക. അത് നമുക്ക് നാളെ പരലോകത്തും നമ്മുടെ ഖബറിലേക്കും നമുക്ക് കൃത്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം തരുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു വിഷയത്തിൽ ഒരു ശ്രദ്ധ നമ്മൾ കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയുടെയും നമ്മുടെ മദ്രസയുടെയും ഒക്കെ കാര്യങ്ങൾ നടന്നു പോകുവാനുള്ള നമ്മൾ മാസാന്തരം നമ്മൾ കൊടുക്കുന്ന ആ വരിസംഖ്യയുണ്ടല്ലോ, അതിന്റെ ആ ഒരു ദിവസം ഇന്നാണ്. അതിനുവേണ്ടി പ്രത്യേകമായ ഒരു ശ്രദ്ധ എല്ലാവരും കാണിക്കുക എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 7:30 മണിക്ക് നമ്മുടെ മദ്രസയിൽ ഖുർആൻ ഹദീസ് പഠന ക്ലാസ് നടക്കുന്നുണ്ട്. ഓരോ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുമ്പോൾ ഒരു 1 മണിക്കൂർ അല്ലാഹുവിന്റെ ദീന് പഠിക്കുവാനുള്ള സമയമായി കൊണ്ട് നമ്മൾ കാണുക. കുടുംബസമേതം അതിൽ പങ്കെടുക്കുവാൻ എല്ലാവരും ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നമ്മുടെ പള്ളിയിലെ ഇമാമിന് വേണ്ടിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ മാതാവ് വളരെ അർജന്റ് ആയിക്കൊണ്ട് ഒരു ഓപ്പറേഷൻ വിധേയമാവുകയാണ് എന്ന് നമ്മെ അറിയിക്കുകയും നമ്മളോട് സഹായം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ സമ്പത്തിനെ കാര്യമായി ബാധിക്കുന്ന നല്ല ഒരു സംഖ്യ കൊടുത്തുകൊണ്ട് ആ സഹോദരന്റെ ആ ഒരു നല്ല ഉദ്ദേശത്തെ നടത്തിക്കൊടുക്കുവാൻ നമ്മുടെ വകയായി നമ്മളൊരു സന്നദ്ധമായ
ഒരു കൂട്ടമായി നമ്മൾ അത് ചെയ്യുക. നമ്മൾ കൊടുത്ത ആ ഒരു സ്വതക്ക കൊണ്ട് ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വരാനിരിക്കുന്ന മാരകമായ രോഗത്തെ തടഞ്ഞേക്കാം. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് തന്നേക്കാം. ഒരു പക്ഷേ നമുക്ക് വരാനിരിക്കുന്ന വിപത്തുകളെ പടച്ച റബ്ബ് നമുക്കൊരു മറയിട്ട് തന്നേക്കാം. അത് നമ്മുടെ ബാധ്യതയാണ്. ആ ഒരു വിഷയത്തിൽ എല്ലാവരും ഒരു ശ്രദ്ധ കാണിക്കണമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും പൂർണ്ണമായ ഇഖ്ലാസോട് കൂടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ ഒരു ഭാഗത്തെ സ്വർഗ്ഗത്തിലേക്കും മറ്റൊരു ഭാഗത്തെ നരകത്തിലേക്കും ആക്കുമ്പോൾ മുവഹിദുകളുടെ കൂടെ, മുത്തഖീങ്ങളുടെ കൂടെ, മുഖ്ലിസീങ്ങളുടെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സ്വർഗ്ഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന, അവരെ പരിപാലിക്കുന്ന, അവരെ ശ്രദ്ധിക്കുന്ന, അവർക്ക് ഖിദ്മത്ത് ചെയ്യുന്ന നല്ല സന്താനങ്ങളിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും, ഞങ്ങളുടെ മക്കളിൽ നിന്നും, ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിന്നും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.